അതായത് ജന്മങ്ങൾ കൊണ്ട് സ്റ്റാറായി, സോളാർ സിസ്റ്റമായി, ഗാലക്സിയായി, യൂണിവേഴ്സായിട്ട് മാറും. അണ്ട് യൂണിവേഴ്സിൻ്റെ റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ അത് പുതിയ യൂണിവേഴ്സ് സൃഷ്ടിക്കും. അങ്ങനെയാണ് മൾട്ടിവേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം എവിടെ നിന്ന്? തുടക്കം എന്ന് വെച്ചാൽ ഇത് ഇൻഫിനിറ്റ്. അതായത് നമ്മൾ ബാക്കിലോട്ട് പോകുമ്പോൾ ഇൻഫിനിറ്റ് ആണ്, ഫ്രണ്ടിലോട്ട് പോകുമ്പോഴും ഇൻഫിനിറ്റ് ആണ്. അതായത് നമ്മൾ ബാക്കിലോട്ട് ട്രാക്ക് ചെയ്ത് ഫസ്റ്റ് സെല്ല് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലോട്ട് പോകുമ്പോൾ യൂണിവേഴ്സിൻ്റെ ബിഗിനിങ്. പിന്നെ അവിടെ നിന്ന് ഈ യൂണിവേഴ്സിന് മുമ്പിൽ വേറെ യൂണിവേഴ്സ് ഉണ്ട്, അങ്ങനെ അതിന് മുമ്പിൽ വേറെ യൂണിവേഴ്സ് ഉണ്ട്, അങ്ങനെ ബാക്കിലോട്ട് ഇൻഫിനിറ്റിയാണ്. നമ്മുടെ ഒരു മനുഷ്യ മസ്തിഷ്കത്തിന് അപ്പുറത്താണ് ഇതിൻ്റെ പ്രോസസ്സിങ്. അത് ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത് ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. സൈക്കിൾസ് ഓഫ് റീബർത്ത്, ഈ റീബർത്ത് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നോർമൽ മലയാളത്തിൽ പറഞ്ഞാൽ പുനർജന്മം ആണല്ലോ. ഈ പുനർജന്മം എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്താണ് അതിൻ്റെ ഒരു തെളിവ് പറയുന്നത്? അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസർച്ച് എല്ലാം എന്ന് വെച്ചാൽ പുനർജന്മത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇയാൻ സ്റ്റീവൻസൺ എന്ന് പറഞ്ഞ ഒരു കനേഡിയൻ സൈക്കോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം 3000 കേസ് ഓഫ് റീബർത്ത് ആണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ചൈൽഡിനെ എടുക്കുക, ആ ചൈൽഡിൽ ഒരു സ്കാർ ഉണ്ടെങ്കിൽ ആ സ്കാർ എവിടെ നിന്ന് വന്നതെന്ന് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ പ്രീവിയസ് ബർത്തിൽ നിന്നാണെന്ന് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അതുപോലെ ഡോക്ടർ ബ്രയാൻ വീസിൻ്റെ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ്, ആ ബുക്കിലും പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, അതായത് കാത്തറിൻ എന്ന് പറഞ്ഞ പേഷ്യൻറ്റിനെ പാസ്റ്റ് ലൈഫ് റിഗ്രഷന് വിധേയപ്പെടുത്തുമ്പോൾ അവരുടെ പ്രീവിയസ് ബർത്ത് അവർ പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലാണെങ്കിൽ ഡോക്ടർ സത്വന്കർ പസ്രേജ, ബാംഗ്ലൂർ നിംഹാൻസിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരുടെ റിസർച്ച് എല്ലാം പുനർജന്മം ഉണ്ടെന്നുള്ളതാണ്. റെയ്മണ്ട് മോഡി, ജിംബി ടക്കഡ്, യൂണിവേഴ്സിറ്റി ഓഫ് വിർജീനിയയിലെ എല്ലാ സ്റ്റഡീസും, യൂണിവേഴ്സിറ്റി ഓഫ് വിർജീനിയയിൽ ഇതിൻ്റെ കേസ് സ്റ്റഡീസ് അവർ 3000 അബവ് കേസ് ഇതുവരെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ കേസും പുനർജന്മം ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മളുടെ വാസനകൾ എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് അത് പ്രീവിയസ് ബർത്തിൽ നിന്ന് നമ്മൾ, അതായത് നമ്മുടെ അച്ഛനും അമ്മയിൽ നിന്ന്, നമ്മുടെ പൂർവ്വജന്മത്തിൽ നിന്ന് നമ്മൾ കരഗതമാക്കിയിട്ടുള്ളതാണ് നമ്മുടെ വാസനകൾ. നമ്മുടെ അച്ഛനും അമ്മയിൽ നിന്നുള്ള, അച്ഛനും അമ്മയിൽ ജീൻസിൽ നിന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ പ്രീവിയസ് ബർത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ഒരു സ്വഭാവം, ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ല, വളരെ ചെറുപ്പത്തിൽ വളരെ നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടികൾ. അപ്പൊ അങ്ങനെയുള്ള കലാവാസനകളൊക്കെ അവർ പ്രീവിയസ് ബർത്തിൽ നിന്ന് അക്യൂർ ചെയ്തിട്ടുള്ള. ഇപ്പൊ ക്ലിന്റ് എന്ന് പറഞ്ഞ ഒരു വരയ്ക്കുന്ന ഒരു കുട്ടിയെ വരയ്ക്കുന്ന കുട്ടി 8 വയസ്സിനുള്ളിൽ നമ്മുടെ എറണാകുളത്ത് മരിച്ചുപോയി. അപ്പൊ അതെല്ലാം എന്ന് വെച്ചാൽ അവർ പ്രീവിയസ് ആയിട്ടുള്ള ബർത്തിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ടുള്ള. ഇപ്പൊ ഒരു ജന്മം മാത്രമാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടണ്ടേ? ഒരാൾ ദരിദ്രനോ ഒരാൾ കോടീശ്വരനായിട്ട് എങ്ങനെ ദൈവത്തിന് ജനിപ്പിക്കാൻ സാധിക്കും? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതെല്ലാം ലോ ഓഫ് കർമ്മ, സ്വന്തം കർമ്മത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഓരോ പൊസിഷനിൽ എത്തുന്നത്. ഞാൻ മറ്റൊരു ജീവിയായിട്ടാണ് അടുത്ത ജന്മത്തിൽ ജനിക്കുന്നുണ്ടെങ്കിലും, അതായത് നമ്മളെ ഇപ്പോൾ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്താൽ, ഇപ്പോൾ ബലാത്സംഗം അങ്ങനെയൊക്കെ നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ജീവൻ താഴത്തോട്ട് പോകും, നമ്മൾ ജീവികളായിട്ട് പരിണമിക്കും. നമ്മൾ പോസിറ്റീവായിട്ടുള്ള ആ 10 കൽപ്പനകളൊക്കെ ഉണ്ടല്ലോ, യേശുവിൻ്റെ 10 കൽപ്പനകൾ, അതുപോലെ ആ പോസിറ്റീവായിട്ടുള്ള കർമാസ് എല്ലാം അനുഷ്ഠിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവൻ കയറി പോയിട്ട് ഋഷി, സന്യാസി, ജ്ഞാനി, ഗുരുക്കന്മാർ അങ്ങനെ പോയി സ്റ്റാറായി, സോളാർ സിസ്റ്റമായി, ഗാലക്സിയായി, യൂണിവേഴ്സ് ആവും.